നെപ്റ്റ്യൂൺ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നുള്ള ദൂരം കൊണ്ട് എട്ടാമത്തെയും ഏറ്റവും അകലെയുള്ളതും വലിപ്പം കൊണ്ട് നാലാമത്തെയും പിണ്ഡം കൊണ്ട് മൂന്നാമത്തേതുമായ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഈ വാതക ഭീമന് ഭൂമിയെ അപേക്ഷിച്ച് 17 മടങ്ങധികം പിണ്ഡമുണ്ട്. റോമൻ പുരാണങ്ങളിലെ സമുദ്രത്തിന്റെ ദേവനായ നെപ്റ്റ്യൂണിന്റെ പേരാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഗ്രഹത്തിന്റെ 80% ഹൈഡ്രജനും 19% ഹീലിയവും ബാക്കി 1% മീഥെയിനുമാണ്. -235 ആണ് ഗ്രഹ താപനില. 1846 സെപ്റ്റംബർ 23 കണ്ടെത്തിയ നെപ്റ്റ്യൂൺ നേത്രഗോചരമായ ഗവേഷണത്തിലൂടെ അല്ലാതെ ഗണിതശാസ്ത്രപരമായ പ്രവചനത്തിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ്. നെപ്റ്റ്യൂണിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ശേഷം ആദ്യമായി സൂര്യനെ ഒരു തവണ വലം വെച്ചത് 2011 ജൂലൈ 13 ഗ്രഹത്തെ ആദ്യം കണ്ടുമുട്ടിയ അതേ രേഖാംശത്തിൽ ഈ ദിവസം പുലർച്ചെ 3:06 വീണ്ടും കണ്ടുമുട്ടിയത്. ഈ സമയത്ത് ഇടത്തരം ടെലിസ്കോപ്പിലൂടെ ഗ്രഹത്തെ കാണുവാൻ സാധിക്കും. വോയേജർ 2 എന്ന ബഹിരാകാശ വാഹനമാണ് നെപ്റ്റ്യൂണിനെ സമീപിച്ച് ആദ്യമായി പഠനം നടത്തിയത്. നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങൾ. നെപ്റ്റ്യൂണിന് അറിയപ്പെട്ട 14 ഉപഗ്രഹങ്ങളാണുള്ളത്. അവയിൽ 1846 വില്യം ലാസൽ കണ്ടുപിടിച്ച ട്രിറ്റോൺ, 1949 ജെറാൾഡ് കുയിപ്പർ കണ്ടുപിടിച്ച നെരീത് എന്നിവ മാത്രമാണ് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഉപഗ്രഹങ്ങൾ. 1981 ചന്ദ്രൻ ഒരു നക്ഷത്രത്തെ മറച്ച സന്ദർഭത്തിലാണ് മൂന്നാമത്തെ ഉപഗ്രഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. 1989 വോയേജർ 2 ലഭ്യമാക്കിയ ചിത്രങ്ങളിൽ നിന്നാണ് 5 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചത്. പ്രോത്തിയസ്, ലാരിസ, ഗാലത്തിയ, ഡെസ്പിന, തലാസ, നെയാദ് എന്നിവയാണ് യഥാക്രമം 6 ഉപഗ്രഹങ്ങൾ. ഹബിൾ ബഹിരാകാശ ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ ഹിപ്പോകാമ്പ്, മാത്യു ജെ ഹോൾമാൻ, ജോൺ ജെ കാവലാസ്, ടോമി ഗ്രാവ് എന്നിവർ ചേർന്ന് കണ്ടെത്തിയ ഹാലിമീഡ്, മാത്യു ജെ ഹോൾമാൻ കണ്ടെത്തിയ സൈവോ ലാവോമീഡിയെ, സ്കോട്ട് എസ് ഷെപ്പേർഡ്, ഡേവിഡ് സി ജെവിറ്റ് എന്നിവർ കണ്ടെത്തിയ സോമെത്തി, മാത്യു ജെ ഹോൾമാൻ, ബ്രൈറ്റ് ജെ ഗ്ലാഡ്മാൻ എന്നിവർ കണ്ടെത്തിയ നെസോ എന്നിവയാണ് മറ്റുപഗ്രഹങ്ങൾ.